തെറ്റ് ചെയ്തത് എത്ര വലിയ ആളായാലും സോഷ്യൽ മീഡിയ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിവിടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുരേഷ് കല്ലട. കല്ലട ബസ്സിനെതിരെ പരാതിപ്പെട്ട യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഒടുവിൽ സുരേഷ് മാപ്പ് പറഞ്ഞു. കല്ലടയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ബാംഗ്ലൂരിലേക്കുള്ള സുരേഷ് കല്ലട ബസ്സിലെ യാത്രക്കാരായ 3 യുവാക്കളെ ഞായറാഴ്ച പുലർച്ചെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 4 ബസ് ജീവനക്കാരെ, മാനേജർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണ് ഇതിന് കാരണം. ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. അന്ന് തന്നെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും എത്തി. 1-ാം പ്രതി ചിറയൻകീഴ് മടവൂർ ജയേഷ് ഭവനത്തിൽ ജയേഷ്, 2-ാം പ്രതി കൊടകര ആനന്ദപുരം ആലത്തൂർ മണിപ്പള്ളിയിൽ ജിതിൻ, ആലപ്പുഴ സ്വദേശി രാജേഷ്, പുതുച്ചേരി കാരയ്ക്കൽ സ്വദേശി അൻവർ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടാതെ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. 3-ാം പ്രതി കൊല്ലം സ്വദേശി ഗിരിലാലിനോട് കീഴടങ്ങാനും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വധശ്രമം, പിടിച്ചുപറി, സംഘം ചേർന്ന് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരാതി കിട്ടിയപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഇത് അറിഞ്ഞതോടെയാണ് സോഷ്യൽ മീഡിയ പ്രതിഷേധം ശക്തമാക്കിയത്. കല്ലടയിലെ ക്രൂരതകളെ കുറിച്ച് കുറിപ്പുകൾ ഫേസ്ബുക്കിലും എത്തി. ഇതോടെ സംഭവത്തിലെ ഗുരുതരാവസ്ഥ കമ്മീഷണർക്ക് മനസ്സിലായി. ഇങ്ങനെ ഗതാഗത കമ്മീഷണറോട് മന്ത്രി റിപ്പോർട്ട് തേടുകയും ചെയ്തു. പിടിച്ചെടുത്ത ബസ് മരട് സ്റ്റേഷനിൽ എത്തിച്ചു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡും ചെയ്തു. സുരേഷ് കല്ലടയുടെ കേരളത്തിലെ എല്ലാ ഓഫീസുകളും ഇന്നലെ പൂട്ടിയതായി പോലീസ് അറിയിച്ചു. സുരേഷ് കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ ADGP സുരേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു. വോട്ടെടുപ്പ് കാലമായതുകൊണ്ട് ജനങ്ങൾക്കൊപ്പം രാഷ്ട്രീയക്കാരും നിന്നു. സുരേഷ് കല്ലട ബസിന്റെ ഉടമയെ വിളിച്ചു വരുത്താൻ ദക്ഷിണ മേഖല ADGP മനോജ് എബ്രഹാമിന് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശവും നൽകി. തിരുവനന്തപുരത്തെ മാനേജർ മനുവിനെ പോലീസ് ആസ്ഥാനത്ത് വരുത്തി ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്കായിരുന്നു ബസ് പോയിരുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച ജേക്കബ് ഫിലിപ്പിനെ ഫോണിൽ വിളിച്ച് DGP വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട യാത്രക്കാരായ അജയ് ഘോഷ്, സച്ചിൻ, അഷ്കർ എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. അജയ് ഘോഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവർ തമിഴ്നാട് ഈറോഡിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഹരിപ്പാട് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കല്ലട ബസ് കേടായതിന് പകരം മറ്റൊരു ബസ് ഏർപ്പെടുത്താത്തതിനാണ് യുവാക്കൾ ചോദ്യം ചെയ്തത്. ഇതിന് പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കല്ലട ബസ് മുതലാളി സുരേഷിനും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ. ഇയാളുടെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്ന സൂചനയുമുണ്ട്. എന്നാൽ സുരേഷിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അതിനിടെ യാത്രക്കാർക്ക് നേരെ അതിക്രമമുണ്ടായതിൽ ഖേദം പ്രകടിപ്പിച്ച് സുരേഷ് രംഗത്ത് വന്നു. യാത്രക്കാരെ മർദ്ദിച്ച ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നിവർ പറയുന്നു. എന്നാൽ ബസ് ജീവനക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായതായാണ് ഇയാൾ വിശദീകരിക്കുന്നത്. ബസ്സിൽ യാത്രക്കാരാണ് ആദ്യം അക്രമത്തിന് മുതിർന്നതെന്നാണ് കല്ലട ട്രാവൽസ് ആരോപിച്ചത്. വൈറ്റിലയിൽ വെച്ച് യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് ഖേദപ്രകടനവുമായി ബസ് ഉടമകൾ രംഗത്തെത്തിയത്. ദൃശ്യങ്ങൾ പ്രചരിച്ച ശേഷമാണ് സംഭവത്തെപ്പറ്റി അറിഞ്ഞതെന്നാണ് ബസ് ഉടമ പറയുന്നത്. ഇത് ഇയാളെ കേസിൽ പ്രതിയാക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ വെച്ച് 15-അംഗ സംഘം ബസ്സിലേക്ക് ഇരച്ചു കയറിയാണ് യുവാക്കളെ മർദ്ദിച്ചത്. യുവാക്കളെ കരിങ്കല്ലും ബിയർ കുപ്പിയും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. കരിങ്കല്ല് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് വധശ്രമത്തിനും കേസെടുത്തിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്ത ഡോക്ടർ ജേക്കബ് ഫിലിപ്പ് എന്ന വ്യക്തിയാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.